ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ വേർഡ് ഓഫ് എപ്പിക്സ്. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് ഏപ്രിൽ 10, 2024. ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഈദൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം. എന്നാൽ എത്ര പേർക്ക് ഈദൽ ഫിത്തർ എന്താണെന്നും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നോമ്പ് അഥവാ വ്രതം എന്താണെന്നും അറിയാം? ഇന്ന് ഞാൻ റമദാൻ കാലത്തെ നോമ്പിനെക്കുറിച്ചും നോമ്പിൻ്റെ അവസാനം ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാൾ അഥവാ ഈദൽ ഫിത്തറിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. സ്വം എന്നത് വ്രതം, ഉപവാസം എന്നൊക്കെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന അറബി പദമാണ്. ഒരു വസ്തുവിനെ വെടിഞ്ഞു നിൽക്കുക, അതിനെ ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് സ്വം എന്ന പദത്തിൻ്റെ അർത്ഥം. നോമ്പ് എന്നാണ് സാധാരണയായി മലയാളത്തിൽ പറയുന്നത്. സാങ്കേതികമായി സുബഹി അതായത് പ്രഭാത നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നത് മുതൽ വൈകിട്ട് മഗരിബ് അതായത് സന്ധ്യാനമസ്കാരം അല്ലെങ്കിൽ സൂര്യാസ്തമയം വരെയുള്ള സമയം ആഹാരപാനീയങ്ങൾ ഉൾപ്പെടെ എല്ലാ സുഖസൗകര്യങ്ങളും അവ ലഭ്യമായിരിക്കെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് സൗം അഥവാ നോമ്പ്. ഉപവാസത്തിലുള്ള വ്യക്തിയിൽ നിന്ന് ചീത്തയായ വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ പാടില്ല. കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധം പുലർത്തുന്നതും നോമ്പിൻ്റെ സമയത്ത് പാടില്ല എന്നതാണ് വിശ്വാസം. ഇസ്ലാമിക കലണ്ടറായ ഹിജറ വർഷപ്രകാരം 9-ാം മാസമായ റമദാൻ മാസത്തിൽ വിശ്വാസികൾ നിർബന്ധ വ്രതമെടുക്കേണ്ടതുണ്ട്. ഒരു മാസം എന്നത് പരമാവധി 29-30 ദിവസങ്ങൾ വരെയാണ്. നോമ്പെടുക്കുന്ന ദിവസങ്ങൾ 30 തികയ്ക്കണമെന്നില്ല. പ്രധാന കാര്യം റമദാൻ അവസാനിച്ച പിറ്റേ ദിവസം അതായത് ശവ്വാൽ മാസം 1-ാം തീയതി ഉപവാസം കുറ്റകരമാണ് എന്നുള്ളതാണ്. രോഗികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, മനോദൗർബല്യം ബാധിച്ച മനുഷ്യർ, ഗർഭിണികൾ, പീരീഡ്സ് ഉള്ള സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ, അവശരായ വൃദ്ധർ, യാത്രക്കാർ എന്നിവർക്ക് റമദാൻ വ്രതം നിർബന്ധമില്ല. പക്ഷേ അവരുടെ അവസ്ഥയിൽ മാറ്റം വന്ന് അവർ സാധാരണ നിലയിലാകുമ്പോൾ നഷ്ടപ്പെടുത്തിയ നോമ്പ് പകരമെടുക്കേണ്ടതാണ്. ആരോഗ്യപരമായോ അല്ലാതെയോ വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്ത ഓരോരുത്തരും അവർക്ക് നഷ്ടമാകുന്ന ഓരോ ദിവസത്തെ നോമ്പിനും നഷ്ടപരിഹാരമായി ഓരോ അഗതിക്ക് വീതം ആഹാരം അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകേണ്ടതാണ്. ഇനി നമുക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായയിലൂടെയോ മറ്റു ശരീരഭാഗങ്ങളിലൂടെയോ വല്ലതും ശരീരത്തിനുള്ളിലേക്ക് അറിഞ്ഞുകൊണ്ട് പ്രവേശിക്കൽ, പുകവലി, ആഹാരപാനീയങ്ങൾ കഴിക്കൽ, ലൈംഗിക വീഴ്ച, മനഃപൂർവ്വം ശുക്ലം പുറപ്പെടുവിക്കൽ, ക്ഷീണമകറ്റുന്നതിനുള്ള കുത്തിവയ്പ്, സ്ത്രീകൾ പീരീഡ്സ് ആകൽ, പ്രസവരക്തം പുറപ്പെടൽ, മനഃപൂർവ്വം ഛർദി ഉണ്ടാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വ്രതത്തെ ഇല്ലാതാക്കും. അടിയന്തര സാഹചര്യത്തിൽ മരുന്ന് കുത്തിവെക്കുന്നതും രക്തമെടുക്കുന്നതും മൂലം വ്രതം മുറിയില്ല. ആസ്മ, അലർജി എന്നിവയ്ക്ക് മൂക്കിലടിക്കുന്ന സ്പ്രേകൾ ഉപയോഗിക്കുന്നതും കണ്ണിൽ മരുന്നൊഴിക്കുന്നതും കൊണ്ടും നോമ്പ് മുറിയില്ല. ഇനി നോമ്പിൻ്റെ പ്രധാന ഭാഗങ്ങളായ ഇടയത്താഴം, ഇഫ്താർ എന്നിവയെക്കുറിച്ച് നോക്കാം. നോമ്പെടുക്കുന്നതിൻ്റെ തലേ അർദ്ധരാത്രി മുതൽ സൂര്യോദയത്തിന് മുൻപ് കഴിക്കുന്ന ഭക്ഷണമാണ് അത്താഴം അല്ലെങ്കിൽ ഇടയത്താഴം എന്ന് പറയുന്നത്. അറബിയിൽ ഇതിനെ സുഹൂർ എന്നാണ് പറയുന്നത്. അത്താഴം വളരെ പ്രധാനമാണ്. സന്ധ്യാനമസ്കാരത്തിൻ്റെ സമയം അറിയിക്കുന്ന ബാങ്ക് കേട്ടാൽ വെള്ളം കുടിച്ചുകൊണ്ടോ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടോ നോമ്പ് അവസാനിപ്പിക്കുന്നതിനെ നോമ്പ് തുറ അഥവാ ഇഫ്താർ എന്നും പറയുന്നു. സാധാരണയുള്ള നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ രാത്രി ഇശാ നമസ്കാരത്തിനും രാവിലെ സുബ്ഹി നമസ്കാരത്തിനും ഇടയിലായി നടത്തപ്പെടുന്ന നമസ്കാരത്തിന് റമദാനിൽ പ്രത്യേക പ്രാധാന്യം നൽകപ്പെടുന്നു. ഇനി എന്താണ് ഈദൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ എന്ന് നമുക്ക് നോക്കാം. ഇസ്ലാമിക പുണ്യമാസമായ നോമ്പിൻ്റെ അവസാന ദിനമാണ് ചെറിയ പെരുന്നാൾ അഥവാ ഈദൽ ഫിത്തറായി ആഘോഷിക്കുന്നത്. മുസ്ലിം മതവിശ്വാസികളാണ് ഇത് ആഘോഷിക്കുന്നത്. ചന്ദ്രൻ ദൃശ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളിൽ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൂടാതെ ഈദൽ ഫിത്തറും ശവ്വാൽ മാസത്തിൻ്റെ ആദ്യ ദിനമായി അടയാളപ്പെടുത്തുന്നതിനാൽ വിവിധ ദിവസങ്ങളിലാണിത് ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നത്. എന്താണ് ഈദുൽ ഫിത്തർ ആഘോഷത്തിൻ്റെ പിന്നിലെ ചരിത്രം എന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ റമദാൻ മാസത്തിലാണ് മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ വെളിപ്പെടുത്തൽ ലഭിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. റമദാൻ മാസത്തിൽ പ്രഭാതം മുതൽ സന്ധ്യ വരെയുള്ള ഉപവാസത്തിൻ്റെ അവസാനവും ശവ്വാൽ മാസത്തിൻ്റെ തുടക്കവുമാണ് ഈദൽ ഫിത്തറിലൂടെ അടയാളപ്പെടുത്തുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉപവാസ ചടങ്ങുകളിൽ ശക്തിയും സഹിഷ്ണുതയും നൽകിയതിന് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതായി ഈദുൽ ഫിത്തർ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിക്കുന്നു. ഈദുൽ ഫിത്തർ കേരളത്തിൽ ചെറിയ പെരുന്നാൾ എന്ന് പറയപ്പെടുന്നു. ഹിജറ വർഷത്തിലെ 9-ാമത്തെ മാസമായ റമദാൻ മാസത്തെ പകലുകൾ മുഴുവൻ ആചരിച്ച വ്രതകാലത്തിന് ശേഷം വരുന്ന
ശവ്വാൽ മാസം 1-നാണ് ഈദുൽ ഫിത്തർ. പുലർച്ചെ മുതൽ സന്ധ്യ വരെ ജലപാനം പോലും കഴിക്കാതെ, യാതൊരു ആഹാരവും കഴിക്കാതെ ഒരു മാസം മുഴുവൻ ജീവിച്ച മനുഷ്യർ പിറ്റേ ദിവസം ഈദ് ദിനത്തിൽ ഒരു മനുഷ്യജീവിയും പട്ടിണിയാകാൻ പാടില്ലെന്നുറപ്പിച്ച് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. ഈദ് റമദാനിന് ശേഷം വരുന്ന 10-ാം മാസമായ ശവ്വാൽ 1-നാണെങ്കിലും പൊതുസമൂഹം റംസാൻ എന്ന് തെറ്റായി ഈ ദിവസത്തെ പറയാറുണ്ട്. ഈദ് നമസ്കാരത്തിന് മുൻപ് അഥവാ പ്രഭാതത്തിന് മുൻപ് അന്നേ ദിവസം വീട്ടിലുള്ളവർക്ക് ആഹരിക്കാനുള്ളത് കഴിച്ച് മിച്ചമുള്ളത് മുഴുവൻ പേരും ഫിത്ർ സക്കാത്ത് നിർവഹിക്കണം. സാധാരണയായി ആ നാട്ടിലെ ഭക്ഷ്യധാന്യമാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു സ്വാ വീതം നൽകണം. ഇത് ഏകദേശം 2.5 കിലോഗ്രാം ഭക്ഷ്യധാന്യമാണ്. കേരളത്തിൽ പ്രധാനമായി നൽകുന്നത് അരിയാണ്. ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ഇത് നിർവഹിക്കണം. പെരുന്നാൾ ദിവസം രാവിലെ നടക്കുന്ന ഈദ് നമസ്കാരമാണ് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈദ് നമസ്കാരം വരെ തക്ബീർ മുഴക്കൽ സുന്നത്ത് അഥവാ പ്രവാചകചര്യയാണ്. എല്ലാവരും കുറച്ച് സമയത്തേക്ക് കണ്ണുകളൊന്ന് അടച്ചു പിടിക്കൂ. മനോഹരമായ തക്ബീർ നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അള്ളാഹു ഏറ്റവും വലിയവൻ, അള്ളാഹു ഏറ്റവും വലിയവൻ, അള്ളാഹു ഏറ്റവും വലിയവൻ. ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അള്ളാഹു ഏറ്റവും വലിയവൻ, അള്ളാഹു ഏറ്റവും വലിയവൻ. സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാകുന്നു. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. എല്ലാ സ്തുതിയും അവനാണ്. മഹത്വവും അള്ളാഹുവിന് തന്നെയാണ്. പ്രഭാതത്തിൽ അള്ളാഹുവിനാൽ ആരാധിക്കപ്പെടാൻ ആർക്കും അവകാശമില്ല. ഈദ് നമസ്കാരം ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും നടന്നുവരുന്നു. ഈദ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പ്രഭാതത്തിനു ശേഷം ഒരു പ്രസംഗം നടത്തുകയും ചെയ്യുന്നു. എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഈദ് മുബാറക് എന്ന് പറഞ്ഞ് ആശംസകൾ കൈമാറുകയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. സക്കാത്ത് നൽകുകയും പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പുണ്യദിനത്തിൽ ഇതോടൊപ്പം വൈവിധ്യമാർന്ന ഭക്ഷണം തയ്യാറാക്കി കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ഒപ്പം സന്തോഷത്തോടെ കഴിക്കുന്നു. ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ ഒന്നായ സക്കാത്ത് അല്ലെങ്കിൽ ദരിദ്രർക്ക് ദാനധർമ്മം നൽകുന്നത് തന്നെയാണ് ചടങ്ങിൽ പ്രധാനപ്പെട്ടത്. ഇതോടെ പുണ്യമാസമായ നോമ്പുകാലത്തിൻ്റെയും ഈദുൽ ഫിത്തറിൻ്റെയും ചരിത്രവും ആചാരങ്ങളും എന്ന നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചരിത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ചെറിയ പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.